നാവ്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തിരികെ പിടിക്കാനാവാത്ത 3 കാര്യങ്ങളുണ്ട്. ഏതുവിട്ട അസ്ത്രം, കൈവിട്ട അവസരം, വാവിട്ട വാക്ക്. ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പോലും വാക്കിൻ്റെ കാഠിന്യം ചോര പൊടിച്ചിട്ടുണ്ട്. ഇത്രയും സമഗ്രതയുള്ള ഒരാൾ ഈ വാഴുവിന് മീതെ ഉണ്ടായിരുന്നിട്ടില്ല. എന്നിട്ടും അവൻ്റെ ഉറ്റവർ അവനെ വിളിച്ചിരുന്നത് ഭ്രാന്തൻ എന്ന് തന്നെയാണ്. ഒരിക്കൽ അവനെ പിടിച്ചുകൊണ്ടുവരാൻ അവർ പുറപ്പെട്ടതുമാണ്. 40 ദിവസം പട്ടിണി കിടന്ന, ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കരയുമ്പോൾ നീട്ടിയ നീർപ്പഞ്ഞി വേണ്ടെന്ന് പറഞ്ഞ, കല്ലുകൾ അപ്പമാക്കാത്തയാളെ ഭോജനപ്രിയനെന്ന് അവൻ്റെ കാലം വിളിച്ചു. മീറ കലർത്തിയ വീഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ് തട്ടിമാറ്റിയ അയാളെ വീഞ്ഞുകുടിയൻ എന്ന് പേരിട്ടു. ഇരുളിൻ്റെ പൊട്ടുപോലും ഇല്ലാതെ ജീവിച്ചയാളെ ബേൽസബൂലിനെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിക്കുന്നുവെന്നും അവർ ആരോപിച്ചു. ചുരുക്കത്തിൽ, പ്രകാശമോ ധ്യാനമോ ഇല്ലാത്ത മനുഷ്യൻ്റെ നാവ് ഈശോയുടെ ജീവിതത്തെയും പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. നാവിനെക്കുറിച്ച് ഏറ്റവും ഭാരപ്പെടുന്നത് പ്രഭാഷകൻ്റെ പുസ്തകമാണ്. ചാട്ടയെന്നും വാളെന്നും ആയുധമെന്നുമൊക്കെ പ്രഭാഷകൻ വിളിക്കുന്നുണ്ട്. അധരത്തിന് ഒരു വാതിലും പൂട്ടും വേണമെന്നും പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ കാട്ടുതീ എന്നാണ് നാവിൻ്റെ ദുരുപയോഗത്തെ യാക്കോബ് വിശേഷിപ്പിക്കുക. അഗ്നിനാവ് എന്നൊരു പ്രയോഗം നമ്മുടെയൊക്കെ ഇടയിൽ എങ്ങനെ ഉണ്ടായെന്ന് ഓർക്കുന്നത് നല്ലതാണ്. കയ്പും മധുരവും ഒരേ നാവിൽ നിന്ന് എങ്ങനെയാണ് വരിക? യെശയ്യായെപ്പോലെ ഞാൻ നിൻ്റെ ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കുന്നു, അതിനു മുമ്പിൽ നിന്ന് ഞാൻ എൻ്റെ അവിശുദ്ധികളെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഞാൻ അശുദ്ധമായ അധരങ്ങൾക്ക് മധ്യേ വസിക്കുന്നയാൾ. നല്ലത് മാത്രം പറയാൻ അറിയാവുന്ന ഒരു മാലാഖ കൊടിലിൽ ഒരു കനലുമായി എൻ്റെ മുമ്പിലെത്തി. നീ ശുദ്ധനാവുക എന്ന് മന്ത്രിച്ച് നാവിൻ തുമ്പിൽ വെച്ചു തരുന്നു. അങ്ങനെ എൻ്റെ വാക്കിനെ നിർമ്മലമാക്കുന്നു. സിറോ മലങ്കര കുർബാനയിൽ വിശുദ്ധ കുർബാന നാവിൽ കൊടുക്കുമ്പോഴൊക്കെ തീക്കട്ട എന്ന് വൈദികൻ പറയുന്നത് ഈ യെശയ്യായുടെ ഒരു ആവർത്തനമാവാം. വാക്ക് വചനമാവട്ടെ. ഏതൊരു വാക്കാണോ കൂടുതൽ പ്രകാശത്തിന് നിങ്ങൾക്ക് പ്രേരണയാവുന്നത്, അതാണ് വചനം. ഈ ഭൂതലത്തിൽ ആദ്യം മുഴങ്ങിയ വാക്ക് അതായിരുന്നല്ലോ, വെളിച്ചമുണ്ടാകട്ടെ. അങ്ങനെയാണ് വാക്ക് വചനമായിട്ട് മാറിയത്. സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് നമ്മുടെ നാവിനെ ഏറ്റവും അനുഗ്രഹമായിട്ട് ഉപയോഗിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്നത് മാത്രം നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുവാനായിട്ടും അപരന് വേദന സമ്മാനിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ നാവിനെ മൗനമാക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.